ഒന്നാമത്തെ ചോദ്യം, 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതി ഏതാണ്? 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയാണ് മിത്രഭൂഷണം. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസ്നായകയാണ് ഈ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. അടുത്ത ചോദ്യം, 2025 അന്താരാഷ്ട്ര ഖനി അവബോധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2025 അന്താരാഷ്ട്ര ഖനി അവബോധ ദിനത്തിൻ്റെ പ്രമേയം സേഫ് ഫ്യൂച്ചർ സ്റ്റാർട്ട് ഹിയർ എന്നുള്ളതാണ്. സേഫ് ഫ്യൂച്ചർ സ്റ്റാർട്ട് ഹിയർ. അടുത്ത ചോദ്യം, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ പുതിയ DGP ഡയറക്ടറായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ്? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ പുതിയ DGP ഡയറക്ടറായിട്ട് അടുത്തിടെ നിയമിതനായത് സീമ അഗർവാളാണ്. സീമ അഗർവാൾ. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത പുതിയ പാമ്പൻ പാലത്തിൻ്റെ ആകെ നീളം എത്രയാണ്? പ്രധാനമന്ത്രി മോദിജി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത പുതിയ പാമ്പൻ പാലത്തിൻ്റെ ആകെ നീളം 2.07 കിലോമീറ്ററാണ്. 2.07 കിലോമീറ്റർ. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ അപൂർവ ഭൂമി ലോഹ നിക്ഷേപം അടുത്തിടെ കണ്ടെത്തിയ മധ്യേഷ്യൻ രാജ്യം ഏതാണ്? ഏറ്റവും വലിയ അപൂർവ ഭൂമി ലോഹ നിക്ഷേപം അടുത്തിടെ കണ്ടെത്തിയ മധ്യേഷ്യൻ രാജ്യമാണ് കസാക്കിസ്ഥാൻ. അടുത്ത ചോദ്യം, സത്യമേവ ജയതേ എന്ന വാചകം ഏത് പാഠത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? സത്യമേവ ജയതേ എന്ന വാചകം മുണ്ടക ഉപനിഷത്തിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2027 ദേശീയ ഗെയിംസിൻ്റെ 39ാമത് പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? 2027 ദേശീയ ഗെയിംസിൻ്റെ 39ാമത് പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം മേഘാലയയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ പുനർവികസിപ്പിച്ചെടുക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ പുനർവികസിപ്പിച്ചെടുക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ പുനർവികസിപ്പിച്ചെടുക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണെന്നത് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്നുള്ളത്. അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ ഏത് തടാകമാണ് വരുൺ സാഗർ തടാകം എന്ന് പുനർനാമകരണം ചെയ്തത്? രാജസ്ഥാനിലെ ഏത് തടാകമാണ് വരുൺ സാഗർ തടാകം എന്ന് പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ ഫോയ് സാഗർ തടാകമാണ്. ഫോയ് സാഗർ തടാകം.